ടച്ച് സ്ക്രീനാന്ന് പറഞ്ഞ മേടിച്ചൊരു ഗ്ലൗസ് ഉണ്ട്. അത് ടച്ച് സ്ക്രീൻ അല്ല ഗൈസ്. പൊട്ടത്തെ സൈനാനെ പോലെ ഇരിക്കുന്നുണ്ടാ? പറയുന്ന പോലെയൊന്നുമല്ല ഡൽഹിയിലെ തണുപ്പ്. ഭയങ്കര കഠിനമാണ്. ഈ അവസ്ഥയിൽ നമ്മൾ കശ്മീരേക്ക് പോയാല് എങ്ങനെ താങ്ങും? അതാണ് എനിക്ക് പറയേണ്ടത്. ഭയങ്കര തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഒരുത്തനെ ഞാൻ കാണിച്ചിട്ട് ഇതാരെന്നറിയോ? മനസ്സിലാവുന്നില്ലല്ലോ. മേരാ ഹസ്ബൻഡ്. തണുത്ത് വർക്കുന്നുണ്ട്. കശ്മീരിൽ നിന്നാൻ വിളിച്ച കോട്ടൊക്കെ എടുത്തിട്ട് ഇപ്പോഴും ഡൽഹിയിൽ നിന്ന് ഇട്ട് ഭയങ്കര തണുപ്പ്. റെയിൽവേ സ്റ്റേഷന്റെ ലോഞ്ചിന്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പൊന്നുമില്ല. അവിടെ നമ്മളിപ്പോ 5 മണിക്കൂർ ഇരുന്നിട്ട് പുറത്തേക്ക് ഞാൻ ട്രെയിനിന്റെ സമയമായപ്പോഴത്തേക്കും തണുത്ത് വർക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി തണുപ്പൊന്നുമില്ല, തണുപ്പ് കുറവാ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് AC-ന്റെ ഉള്ളിൽ കീഞ്ഞ പോലെയാണ് മക്കളെ. എന്ത് തണുപ്പാണിത്! ഓ മൈ ഗോഡ്, ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ മൈ ഗോഡ്, അണ്ണതിനെ കൂടെ കാണിച്ചു തരാം. അതെ, കിളി പോയ അവസ്ഥയാണ്. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്നതിലപ്പുറത്താണ് ഇപ്പം ഡൽഹിയിലത്തെ തണുപ്പ്. തണുത്തിട്ട് ഈ കോട്ട് വരെ ഇട്ടിട്ട് തണുപ്പ് ശരിയാവുന്നില്ല. ഒരു കൊക്കപ്പുഴുനെ കാണിച്ചേരേ. കൊക്കപ്പുഴു അതാണ് വേറൊരു കൊക്കപ്പുഴു. സീനാണ് ഇവിടുത്തെ തണുപ്പ്. അതുകൊണ്ട് എല്ലാരും ഡൽഹിയിൽ വരുന്ന എല്ലാരും നല്ലോണം കരുതിയിട്ടൊക്കെ വന്നാൽ മതി. നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നൊക്കെ, പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റില്ല ഗൈസ്, പറ്റില്ല. അത് ഉറപ്പാ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഐറ്റംസും എടുത്തിട്ട് നമ്മളെ കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും എടുത്തിട്ട് വന്നാൽ മതി. ഓ മൈ ഗോഡ്, ഭയങ്കര തണുപ്പാണ്.